പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് സ്കൂളിലെ കുറേ വർക്കും കാര്യങ്ങളും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിവിടെ സ്കൂളിൽ മെയിനായിട്ടുള്ള നാഷണൽ ഇവൻറ്റ്സിൽ നമ്മൾ ഫങ്ഷനും കാര്യങ്ങളും കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ പുറകിൽ നടക്കാനോ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, കുറേ ഗ്യാപ്പ് വന്നു പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ചെറിയ ശാരീരികമായ സുഖമില്ലായിരുന്നു, കൈയുടെ വേദനയും പ്രയാസങ്ങളും അതിങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ കൊണ്ട് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് 1-2-3 മാസങ്ങളൊക്കെ ആയിട്ട് എനിക്കിതുപോലെ കൈയുടെ വേദനയും ഷോൾഡറിൻ്റെ പെയിനും നീ പെയിനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാട്ടോ. മേ ബി ഒരു പക്ഷേ നമ്മുടെ പ്രായത്തിൻ്റെ ആയിരിക്കാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ആർത്രൈറ്റിസോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. നമ്മളതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ മെഡിസിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ, ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ ടെൻറ്റുകാരൊക്കെ വന്ന് ആ സംഭവങ്ങളൊക്കെ അഴിച്ചെടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം വൈകുന്നേരം ഡേ ബോർഡിങ്ങിൻ്റെ കുട്ടികളൊക്കെ പോയതിന് ശേഷം കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ വർഷം എന്തായാലും നല്ല ബ്ലെസ്സിങ്സ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ബീഹാറിലൊക്കെ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ചൂടിന് ആശ്വാസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ചൂടും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥ കിട്ടി കേട്ടോ. അതെന്തായാലും ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നല്ല മുടി കെട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയും നല്ല തണുത്ത ഒരു കാറ്റും ഒക്കെ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പണികൾ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റും ഉണ്ടാകും. പക്ഷേ ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള പണികളോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിയ സ്ഥലത്തോട്ട് വന്നതിന് ശേഷം അതിനുള്ള സമയങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് കുട്ടികൾ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. വനമഹോത്സവ ഡേ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ദിവസത്തെ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ നമുക്ക് സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂളിലെ എല്ലാ കുട്ടികളും തന്നെ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധാപൂർവ്വം അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വളവോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേങ്കിൽ അത് കണ്ടോ, ഇതിന് പലതരത്തിലുള്ള ചെത്തികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മരങ്ങൾ, പലതരത്തിലുള്ള, എനിക്ക് എല്ലാത്തിനും പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ നട്ടുവെച്ചു. പിന്നെ ഇങ്ങനെ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ അതെല്ലാം നല്ല ഫ്രഷായിട്ട് പിടിക്കുകയും ചെയ്തു. അപ്പം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇനി അതിന് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ചാനലിൻ്റെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗേറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാൻ പോയത് കേട്ടോ. ഇത് വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ആ ഒരു വലിയ ഗേറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ ലോക്ക് ഇടാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ അവരായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മൂത്തയാൾ പോയതിന് ശേഷം ഇളയാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ സന്ധ്യ ആകുമ്പോൾ തന്നെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ മുകളിലോട്ട് കയറി പോരുക ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും വന്ന് വിളിച്ചെങ്കിൽ മാത്രമേ നമ്മൾ താഴോട്ടിറങ്ങി വരാറുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഞങ്ങൾ നേരത്തെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കൈക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇച്ചാനാട്ടോ ആട്ടയൊക്കെ കുഴച്ചായിരുന്നു. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും. പിന്നെ കുറച്ച് നെയ്യൊക്കെ തൂത്താട്ടോ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെന്തിനും ചെറിയൊരു കറിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചു. കറി ഉണ്ടാക്കിയില്ല, ചപ്പാത്തിയും റെഡിയാക്കി വെച്ചു. എൻ്റെ കിച്ചണിലിരിക്കുന്ന മണി പ്ലാന്റ് കണ്ടോ, എന്ത് പെട്ടെന്ന് കേട്ടോ ഇത് ഇത്രയും വലിയതായത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാനിതിനകത്ത് ആക്ച്വലി പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമ്മുടെ ചായ അരിച്ചെടുക്കുന്ന മട്ടുണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ആഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം പെട്ടെന്നാണ് വളർന്നു കയറുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ കുട്ടികൾക്ക് നമ്മൾ ഇടാനായിട്ട് കൊടുത്ത ഡ്രസ്സസ്, അതപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം കുറേ ദിവസങ്ങളായിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് മുതൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് തുണി അതും ഇവിടെ ബീന മടക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് അവരവരുടെ സ്ഥാനത്ത് അത് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും മടി പിടിച്ച്
ചിലപ്പം നമുക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മാക്സിമം ചില ദിവസം നമുക്ക് കൂടുതൽ പണികൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ചില ദിവസം ഒട്ടും ഒട്ടും ചെയ്യാനായിട്ട് തോന്നില്ല, നമുക്ക് ഒരു മടിയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ഇന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പയറും കിഴങ്ങും കൂടെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫ്രൈയും ഉണ്ടാക്കി. അപ്പോൾ ഇത്രയാട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്.